ജോൺ, +2 അധിക ബാച്ച് അനുവദിച്ച സർക്കാരിൻ്റെ നടപടി സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീലാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് തള്ളിയിട്ടുള്ളത്. ഈ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് തള്ളിക്കളയാനുള്ള ഒരു ന്യായവും കാണുന്നില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ലിസ്റ്റിൽ നിന്നുള്ള പ്രവേശനം മാത്രമായിരിക്കും ഇനി സാധ്യമാകുക. 285ഓളം സ്കൂളുകളിലുള്ള പ്രവേശനം ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ അസാധ്യമായിരിക്കുകയാണ്. സർക്കാരിൻ്റെ അവകാശവാദങ്ങളെല്ലാം തള്ളുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ഈ വിധിന്യായം പരിശോധിക്കുമ്പോൾ കാണുന്നത്. നേരത്തെ ഇതിൻ്റെ വാദത്തിനിടയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളൊന്നും തന്നെ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചിട്ടില്ലെന്ന് വേണം കരുതുവാൻ. ആവശ്യമായ സമയം നൽകിയിട്ടില്ല എന്നുള്ള ഒരു പരാമർശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ 100ഓളം കേസുകൾ പരിഗണനയിലുണ്ട്. അപ്പോൾ സിംഗിൾ ബെഞ്ചിനെ ഇനി വേണമെങ്കിലും ഈ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞ് മുമ്പാകെ ഹാജരാക്കാവുന്നതാണ് എന്നുള്ളൊരു നിർദ്ദേശവും ഈ വിധിയിൽ കാണുന്നുണ്ട്. നേരത്തെ സിംഗിൾ ബെഞ്ച് ആവശ്യപ്പെട്ടിട്ടും ഹാജരാക്കാതിരുന്ന എല്ലാ രേഖകളും ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ ഹാജരാക്കുവാനായി അഡ്വക്കേറ്റ് ജനറൽ കൊണ്ടുവന്നിരുന്നുവെങ്കിലും ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കും ജസ്റ്റിസ് ശേഷാദ്രി നായിഡുവും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഇത് പരിഗണിക്കുകയുണ്ടായില്ല. അത് സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിലുള്ള റിട്ട് അപ്പീലുകളെല്ലാം തന്നെ, ഈ 100ഓളം വരുന്ന റിട്ട് അപ്പീലുകളെല്ലാം തന്നെ ഈ ഡിവിഷൻ ബെഞ്ച് വിളിച്ചു വരുത്തുകയും പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിധിയുണ്ടായിട്ടുള്ളത്. ഇനി സർക്കാരിൻ്റെ മുന്നിലുള്ള ഒരു അടുത്ത നടപടി എന്ന് പറയുന്നത് സർക്കാരിന് സുപ്രീം കോടതിയെ ഈ വിധിക്കെതിരായി സമീപിക്കാം. അല്ലെങ്കിൽ ഈ 100ഓളം കേസുകളുള്ള ജസ്റ്റിസ് PR രാമചന്ദ്ര മേനോൻ്റെ ബെഞ്ചിൽ മുമ്പാകെയായി ഈ കേസുകളിൽ വിശദമായ വിധി നടപ്പിലാക്കാം. വിധി സംബന്ധിച്ച് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ, നേരത്തെ ഹാജരാക്കാതിരുന്ന രേഖകൾ ഹാജരാക്കുകയും തങ്ങളുടെ ഭാഗം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യാം. എന്നാൽ ഇപ്പോൾ ഇതുവരെ ആരംഭിക്കാത്ത +2 അഡ്മിഷൻ സംബന്ധിച്ച് സർക്കാരിന് ഉത്തമമായ ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴുള്ള അവസ്ഥ. ജോൺ.